ഇന്ന് നാം ഇവിടെ വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം മുതൽ 46 വരെയുള്ള ഭാഗമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ 6-ാം അധ്യായത്തിൽ ആദ്യം മുതൽ നമ്മൾ നോക്കുന്ന അവസരത്തിൽ യേശുതമ്പുരാൻ തിബര്യോസ് കടൽക്കരയ്ക്കപ്പുറമായിട്ട് കടന്നു ചെല്ലുന്ന ഒരു സന്ദർഭത്തിൽ ഒരു വലിയ സമൂഹം അദ്ദേഹത്തിൻ്റെ പിന്നാലെ കടന്നു ചെല്ലുന്നുണ്ട്. അവിടേക്ക് കടന്നു ചെല്ലുന്ന അവസരത്തിൽ അനേകായിരങ്ങളാണ് കടന്നു ചെന്നത്. ഈ അവസരത്തിൽ ഫിലിപ്പോസിനോട് കർത്താവായ യേശുതമ്പുരാൻ ചോദിക്കുന്നുണ്ട്, ഇവർക്ക് എന്താണ് നമ്മൾ കഴിക്കുവാൻ കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ കർത്താവായ യേശുതമ്പുരാൻ അവിടെ ഫിലിപ്പോസിനെ ഒന്ന് അളക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ഫിലിപ്പോസ് പറയുന്നത്, ഇത്രയും പേർക്ക് കൊടുക്കുവാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. വാങ്ങിച്ചാൽ എത്ര പേർക്ക് എത്ര രൂപ കൊണ്ട് നമുക്ക് തികയുവാൻ സാധിക്കും എന്നൊക്കെയുള്ള സംശയാസ്പദമായ കാര്യങ്ങളാണ് ഫിലിപ്പോസ് പറഞ്ഞത്. അപ്പോൾ വേറെ ഒരു ശിഷ്യൻ അവിടെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ഇവിടെ അടുത്തൊരു ബാലൻ്റെ വീടുണ്ട്, ആ ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ യേശുതമ്പുരാൻ അവനോട് പറഞ്ഞു, അതിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന് 5000-ത്തിലധികം പേരുണ്ടെന്ന് അവിടെ ആ അധ്യായത്തിൽ പറയുന്നു. കൊടുക്കും തോറും കൂടി വന്നുകൊണ്ടിരുന്നു. 5000 പേർക്കും കൊടുത്തു. അധികപ്പറ്റു വന്നത് കുട്ടകളിൽ നിറയ്ക്കാൻ പറഞ്ഞു. എത്ര കൊട്ടയാണ് നിറച്ചതെന്ന് അവിടെ നിന്ന് വായിക്കുന്നേ? 12 കൊട്ടകളിലാണ് നിറച്ചത്. എന്തുവാ അതിൻ്റെ അർത്ഥം? യേശുതമ്പുരാൻ്റെ കഴിവിനെക്കുറിച്ചും മഹിമയെക്കുറിച്ചും ദൈവികമായ അവബോധത്തെക്കുറിച്ചും ഉള്ള ചിന്ത, വിശ്വാസം നഷ്ടപ്പെട്ട ശിഷ്യ സമൂഹത്തിൻ്റെ കൈകളിലേക്ക് 12 പേരുടെയും കയ്യിൽ ഓരോ കുട്ട നിറച്ചു കൊടുത്തു. പണ്ട് ഞാനൊരു പള്ളിയിലെ ശുശ്രൂഷയ്ക്കായിട്ട് പോയ സമയത്ത് ഇവിടെ പാവപ്പെട്ട ഒരു ശുശ്രൂഷകനുണ്ട്. 4-5 മക്കളുണ്ട്. സാമ്പത്തികമായി വളരെ പരാധീനതയിലാണ്. ഞാൻ ചെന്ന് കാപ്പ് കുടിക്കാനിരുന്നപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയും അതും ഇതും എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇതധികം വരുന്ന സാധനങ്ങൾ എടുത്ത് വെറുതെ കളയും. ഞാൻ അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് വേണ്ട 1-2 എണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ പൊതിഞ്ഞു കെട്ടി ഞാൻ ആ ശുശ്രൂഷകൻ്റെ കൈ കൊടുത്തു. മറ്റൊന്നും കൊണ്ട് ഞാൻ പറയുന്നതല്ല. ഞാൻ കൊടുത്തിട്ട് അദ്ദേഹം വിചാരിച്ചു, ഒരു പുതിയ വികാരി വന്നു, കാപ്പിയുടെ സാധനമെല്ലാം വാരി കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു, എന്തൊരു നാണം കെട്ട അച്ഛനാണ് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്, ഇത് അച്ഛന് കൊണ്ടുപോകാനല്ല കെട്ടിവെച്ചത്, എൻ്റെ കയ്യിൽ തരാനാണ്. കണ്ണുനീരോടുകൂടി എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഇതാര് തന്നതാണെന്നറിയാമോ? അച്ഛൻ തന്നതാണെന്ന് പറയരുത്, ദൈവം തമ്പുരാൻ പള്ളിയിൽ നിന്ന് തന്നയച്ചതാണ് എന്ന് കുഞ്ഞുങ്ങളോട് പറയണം എന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പള്ളിയിലെ അച്ഛൻ അല്ല പ്രാധാന്യം, മറിച്ച് ദൈവം തമ്പുരാനാണ് പ്രാധാന്യം. കർത്താവായ യേശു തമ്പുരാൻ 12 ശിഷ്യന്മാരുടെ മനസ്സിൽ ഊതി വിട്ടത് അത് തന്നെയാണ്. ഇതാര് തന്നതാ? യേശു തന്നതല്ല. പിതാവാൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സർവരെയും തിന്ന് തൃപ്തിപ്പെടുത്തിയതിന് ശേഷം നിങ്ങളുടെ കൈകളിലൂടെ ഇത് തന്ന് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന വേരൊരിക്കലും അറ്റുപോകുവാൻ ഇടയാകരുത്. മോശ തന്ന മന്നായിക്ക് വീണ്ടും വിശപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ വായനയിൽ അതാണ്. യേശുവരോട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ചെറിയ സംഭവ കഥയുണ്ട്. ഒരു മോളിൽ പഴയ സാധനങ്ങൾ ലേലം ചെയ്ത് വിൽക്കുന്ന ഒരു വലിയ കട. ആ പഴയ സാധനങ്ങൾ സാരി ആയാലും മറ്റതായാലും എല്ലാം ലേലം ചെയ്തുകൊണ്ട് ഓരോരുത്തർ പോവുകയാണ്. പക്ഷെ അവിടെ തുരുമ്പ് പിടിച്ചു കിടക്കുന്ന
ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു വയലിൻ അവിടെ കിടപ്പുണ്ട്. കുറെ മണിക്കൂറുകൾ കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങൾ ലേലം ചെയ്തു പോയി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനായ പാവം പിടിച്ച ഒരു മനുഷ്യൻ ആ മോളിലേക്ക് കയറി വന്നിട്ട് ആ വയലിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. മനോഹരമായ ഒരു പഴയ ക്വാളിറ്റിയിലുള്ള ഒരു വയലിനാണ്, തുരുമ്പ് പിടിച്ച് കിടക്കുക. അദ്ദേഹം അത് കൈകൾ കൊണ്ടെടുത്ത് അദ്ദേഹം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അദ്ദേഹം ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കി. ഒരു കുഴപ്പവുമില്ല. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് മനോഹരമായ ഒരു പാട്ട് ആ വയലിൽ പാടി കേൾപ്പിച്ചു. അവിടെ വന്നവരുടെ എല്ലാ ശ്രദ്ധ ആ വയലിൻ പാട്ടുകാരൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞു. ആ വയലിൻ ലേലം ചെയ്യാൻ പോവുകയാണ് എന്ന് ആ വൃദ്ധൻ വിളിച്ചു പറഞ്ഞപ്പോൾ, തനിക്കാരാടോ ഈ വയലിൻ തന്നത് എന്ന് ഉടമ ചോദിച്ചുകൊണ്ട് ആ വയലിൻ ലേലം വിളിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടെന്ന് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ടച്ചിങ് തീർച്ചയായിട്ടും നമ്മളെ ഉന്നതമായ നിലയിലേക്ക് എത്തും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിച്ചാലും നഷ്ടപ്പെട്ടു പോവുകയില്ല. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നുവെങ്കിൽ യേശു തമ്പുരാനിൽ, ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ച് മുന്നേറുക. നമ്മുടെ വിശ്വാസത്തിലൊക്കെ അപാകതകൾ വന്നു പോയിട്ടുണ്ട്, തെറ്റിദ്ധാരണകൾ. യേശു തമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നന്മകൾ മാത്രം നൽകുന്ന ഒരു ദൈവമാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത് സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ട ദുഃഖകരമായ വാർത്ത നിങ്ങൾ കേട്ട് കാണും. നമ്മുടെ സഭയിൽ കൊല്ലം ഭദ്രാസനത്തിൽ 33 വയസ്സുള്ള ഐർനച്ചൻ്റെ ഭാര്യ 32 വയസ്സുകാരി ഈ ലോകത്ത് നിന്ന് കടന്നുപോയി. ആ കൊച്ചു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് അച്ഛൻ ആ മൃതശരീരത്തിനടുത്ത് നിന്നപ്പോൾ ആ കുഞ്ഞ് മമ്മി മമ്മി ഉറങ്ങുവോ? ചങ്ക് പൊട്ടിപ്പോകും പ്രിയമുള്ളവരെ. അവിടെയെല്ലാം പിടിച്ചു നിൽക്കുവാനുള്ള ശക്തിയും ബലവുമാണ് നമുക്ക് ഏറ്റവും വലിയ ശ്രേഷ്ഠമായിട്ടുള്ളത്. ദൈവം തരുന്നത് നല്ലതാകലും തീയതാകലും ഇരു കൈകളും നീട്ടി സ്വീകരിക്കുവാനുള്ള ആ ശക്തിയും ബലവുമാണ് അവനിൽ വിശ്വസിക്കുന്നവർക്കുണ്ടാകേണ്ടത്. അല്ലാതെ അനുഗ്രഹങ്ങളെ ഇറങ്ങിവാ, സൗഖ്യത്തെ ഇറങ്ങിവാ, സമ്പത്തെ ഇറങ്ങിവാ, കൂടാരമേ ഇറങ്ങിവാ എന്ന് പറയുമ്പോൾ ഇറങ്ങി വരാനുള്ള ദൈവമല്ല നമുക്കുള്ളത്. നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ അവിടെയെല്ലാം ചവിട്ടുപടിയായിട്ട് കയറി പോകുവാനുള്ള ആ കെൽപ്പ് നൽകുന്ന ശക്തിയാണ് ആ ദൈവം തരുന്ന, ജീവിക്കുന്ന ദൈവം തരുന്ന ആ വലിയ അപ്പം. ആ അപ്പത്തിൽ പരിപൂർണമായി വിശ്വസിക്കണം. തെറ്റിദ്ധാരണകൾ നമ്മളിൽ നിന്ന് നീക്കണം. ദൈവത്തെക്കുറിച്ചുള്ള അവിശ്വസനീയമായ കാര്യങ്ങൾ നമ്മൾ മാറ്റണം. നമ്മുടെ മനസ്സിൽ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ നമ്മളെ അപകടത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമായിരിക്കും അത്. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരമ്മ ഒരു കുടുംബത്തിൽ തൻ്റെ ആദ്യജാതയെ പ്രസവിച്ചു. ആ ദിവസം തന്നെ തൻ്റെ പുരയിടത്തിൽ വളർന്നു വന്ന ഒരു പൂച്ചയും ഒരു പൂച്ചക്കുട്ടിയെ പ്രസവിച്ചു. ഈ അമ്മ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ തന്നെ ആ പൂച്ചക്കുട്ടിയെ എടുത്ത് വളർത്തി തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് വളർത്തി. സ്വന്തം കുഞ്ഞിനെയും വളർത്തി, പൂച്ചക്കുട്ടിയെയും വളർത്തി. കുഞ്ഞൊരു 5-6 മാസം പ്രായമായി, പൂച്ചക്കുട്ടിയും വളർന്നു. അമ്മ ഒരു ദിവസം തുണി കഴുകുവാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ ഈ പൂച്ചക്കുട്ടി ഓടി പുറത്തേക്ക് വരുന്നു. പൂച്ചയുടെ നാവുകളിലും മുഖത്തുമെല്ലാം രക്തമാണ്. അമ്മ വിചാരിച്ചു, എൻ്റെ കുഞ്ഞിനെ ഈ പൂച്ചക്കുഞ്ഞ് നശിപ്പിച്ചു, ഇതിനെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വടിയെടുത്ത് ആ പൂച്ചക്കുഞ്ഞിനെ അടിച്ച് കൊന്നു. എന്നിട്ട് അമ്മ വെപ്രാളത്തിന് ഓടി മുറിയിലേക്ക് കയറി വന്നപ്പോൾ കണ്ടത് ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. അമ്മ കിടത്തിയ ആ കുഞ്ഞിനെ കിടത്തിയ തൊട്ടിലിനരികിലേക്ക് ഒരു പാമ്പിഴഞ്ഞു വന്നു. ആ പാമ്പിനെ കടിച്ച് മുറിച്ച് ആ പൂച്ച ഇട്ടിരിക്കുകയാണ്. ആ പാമ്പിൻ്റെ രക്തമാണ് പൂച്ചയുടെ മുഖത്തുണ്ടായത്. ആ അമ്മ നിലവിളിച്ചുകൊണ്ട് ചങ്കത്തടിച്ചുകൊണ്ട് പറഞ്ഞു,
ഞാൻ എൻ്റെ പൂച്ചക്കുഞ്ഞിനോട് ചെയ്ത അപരാധം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഒരിക്കലും ഉണ്ടാകരുത്. അവൻ ജീവിക്കുന്ന ക്രിസ്തുവാണ്. അതാണ് ഫിലിപ്പോസിനെയും തൻ്റെ ശിഷ്യന്മാരെ യേശു തമ്പുരാൻ പഠിപ്പിച്ചത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനായ സമർത്ഥനായ ഒരു രാജാവ്, ഒരു ദൈവം നമുക്കുണ്ട്. അവൻ തരുന്നത് ദുഃഖമായാലും പ്രയാസമായാലും ഇരുകൈകളും നീട്ടിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് ശക്തി നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.